ഒരു മൺപാത്രത്തിന് വിടവുണ്ടാവുമ്പോൾ അത് അപൂർണമാണെന്ന് തോന്നും. എന്നാൽ ആ വിടവിലൂടെ വരുന്ന പ്രകാശം ആ മൺപാത്രത്തെ മനോഹരമാക്കുന്നുണ്ട്. വിടവ് അപൂർണമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? ആ വിടവ് അതിന് ഉള്ളതുകൊണ്ടാണ് പ്രകാശത്തിന് അവിടത്തേക്ക് കടന്നു വരാൻ കഴിയുന്നത്. നമ്മൾ നമ്മുടെ കുറവുകളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ കുറവുകളെ നമ്മൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നമ്മുടെ കുറവുകളെ നമ്മൾ മിത്രങ്ങളായിട്ട് കാണണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെയായിരിക്കണം, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ശ്രമം നമ്മളിൽ നിന്ന് ശക്തമാകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതം നമുക്കായി നൽകുന്ന ആ ഒരു ശാന്തിയും സന്തോഷവും സ്വാതന്ത്ര്യവും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത് നമ്മുടെ കുറവുകളെക്കുറിച്ചാണ്. ഒരു ഇല അതിൻ്റെ വലുപ്പത്തിലല്ല പൂർണ്ണമാകുന്നത്, അതിൻ്റെ സ്വാഭാവികതയിലാണ്. എന്ത് തന്നെ കുറവുകൾ നമുക്കുണ്ടായാലും ഏത് സാഹചര്യത്തിലും ഏത് ആൾക്കൂട്ടത്തിലും സ്വാഭാവികതയോടെ പെരുമാറാൻ കഴിയുമെങ്കിൽ, പ്രവൃത്തി ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മളിൽ കുറവുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അറിയാനും കഴിയില്ല. ശരിക്കും നമുക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. ഈ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മളെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് കണ്ടെത്തി വികസിപ്പിക്കാനല്ല നമ്മൾ നോക്കുക. ആ കഴിവിൽ എന്തെങ്കിലും കുറവ് കണ്ടെത്താൻ നമ്മൾ നോക്കും. ഈ കുറവ് കണ്ടെത്താൻ നമ്മൾ നോക്കുന്നത് നമ്മൾ മറ്റൊരാളുടെ കഴിവുമായിട്ട് നമ്മുടെ കഴിവ് താരതമ്യം ചെയ്യും. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ശ്രദ്ധിക്കുന്നത് അയാളെയും അയാളുടെ കഴിവുകളെയുമാണ്. നമ്മളെ ശ്രദ്ധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. നമുക്കൊരു കുറവുണ്ടെങ്കിൽ സ്വസ്ഥമായി ശാന്തമായി ഒരിടത്തിരുന്ന് നമ്മുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള ആ ഒരു ശ്രമമാണ്, ആ ഒരു പരിശീലനമാണ്, അധ്വാനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അതുണ്ടാകുന്ന സമയത്ത്, ആ കഴിവ് കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കുറവുകളാണ് നമ്മളെ അവിടെ എത്തിച്ചതെന്ന്. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം നമുക്ക് കൂടുതൽ സംഘർഷങ്ങളും അസ്വസ്ഥതകളും തരികയാണ് ചെയ്യുന്നത്. പൂർണ്ണതയെ എങ്ങനെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ നമ്മൾ അപൂർണതയെയും ഇഷ്ടപ്പെടണം. പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അത് നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളാണ് നമുക്ക് ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു കുറവും ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം. എന്നിട്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കിയിട്ട് കൊടുക്കണം. ഈ കുറവുകൾ ശരിക്ക് എല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ കുറവുകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ആ ചിന്തകൾ സൃഷ്ടിക്കപ്പെടുന്ന വികാരങ്ങളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശാന്തമായി നോക്കുകയാണെങ്കിൽ ഒരു കുറവും നമുക്ക് ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശൂന്യതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും.
ആ ഒരു ശൂന്യത നമ്മുടെ ഉള്ളിൽ നിറയുന്ന സമയത്ത് അവിടെ നമുക്ക് ഒന്നിലും ഒരു കുറവ് കാണാൻ കഴിയില്ല. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ ഒരു മൺപാത്രമുണ്ടാക്കി. ആ മൺപാത്രം മനോഹരമായിരുന്നു. വളരെ സമയമെടുത്തായിരുന്നു ആ മൺപാത്രം ഉണ്ടാക്കിയത്. പക്ഷേ ആ മൺപാത്രത്തിൽ ഒരു വിടവുണ്ടായിരുന്നു. ശിഷ്യൻ ചിന്തിച്ചു, കുറേ ദിവസങ്ങൾ ഈ മൺപാത്രം ഉണ്ടാക്കാൻ ഞാൻ സമയമെടുത്തു, വിടവുണ്ടായി, മൺപാത്രം ഉപയോഗപ്രദമായില്ല, എൻ്റെ സമയം വെറുതെ പോയി. ശിഷ്യൻ്റെ ദുഃഖം കണ്ട ഗുരു ശിഷ്യനോട് പറഞ്ഞു, ആ മൺപാത്രത്തിൽ ഒരു വിടവുണ്ടെങ്കിൽ അതിലൂടെ പ്രകാശത്തിന് വരാൻ കഴിയുന്നുണ്ട്. ആ പ്രകാശം നിറഞ്ഞ മൺപാത്രം നീ നോക്കുക. ശിഷ്യൻ ആ മൺപാത്രത്തെ നോക്കി. ആ മൺപാത്രം വളരെ മനോഹരമായിരുന്നു. ശിഷ്യൻ മനസ്സിലാക്കി, ശരിക്ക് പൂർണ്ണതയിൽ മാത്രമല്ല സൗന്ദര്യം നിറഞ്ഞിരിക്കുന്നത്, അപൂർണതയിലും സൗന്ദര്യം നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് പൂർണ്ണതയെ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ കുറവില്ലായ്മ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, അതേപോലെ നമ്മുടെ കുറവുകളെയും സ്വീകരിക്കുക. ഈ കുറവുകൾ ആണ് നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ